ഇനി നമുക്ക് പോളാർ കോർഡിനേറ്റിന്റെ ഗ്രാഫുകൾ വരച്ചു നോക്കാം. പോളാർ കോർഡിനേറ്റിൽ ഗ്രാഫുകൾ നമുക്ക് വരച്ചു നോക്കാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നമ്മൾ എക്സ് വൈ എന്ന് പറയുന്ന എക്സ് വൈ കോർഡിനേറ്റ്, അതായത് നമ്മുടെ റെക്ടാങ്കുലർ കോർഡിനേറ്റിലെ ഒരുവിധം ഗ്രാഫുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഞാൻ പറയാണ് എക്സ് ഈക്വൽ ടു 3. അതായത് എക്സ് ആക്സിസിൽ 3 ദൂരം പോയിട്ട് 3 ഡിസ്റ്റൻസ് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കും. എക്സ് ഈക്വൽ ടു 3 ലൈൻ കംപ്ലീറ്റ്. വൈ ഈക്വൽ ടു 1. വൈ ആക്സിസിൽ 1 ഡിസ്റ്റൻസ് പോകും, എന്നിട്ട് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഇതാണ് വൈ ഈക്വൽ ടു 1. ഇതാണ് റെക്ടാങ്കുലർ കോർഡിനേറ്റിന്റെ കാര്യം. ഇത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും വേരിയബിളിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയി നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആയിരിക്കും. എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ വൈ ആക്സിസിന് പാരലായി കിട്ടും. വൈ ഇസ് ഈക്വൽ ടു സംതിങ് ആണെങ്കിൽ എക്സ് ആക്സിസിന് പാരലായി കിട്ടും. അത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇവിടെ നിങ്ങൾക്ക് വരച്ചു തരാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ആണ്. സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് പോളാർ ഇക്വേഷൻ ആയിരിക്കും ആർ ഈക്വൽ ടു 1. പോളാർ ഇക്വേഷനിൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ ആറും തീറ്റയാണ്. ഇവിടെ ഞാൻ ആർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. R1 റേഡിയസ് 1. അത് തീറ്റ എന്തുമാകാം, ആംഗിൾ എന്ത് വേണോ ആകാം, ഒരു പ്രശ്നവുമില്ല. അയാളുടെ ഫിഗർ ഞാൻ വരയ്ക്കാൻ പോകണം, ശ്രദ്ധിക്കുക. ഫിഗർ വരയ്ക്കുമ്പോൾ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും പോലെയുള്ള രണ്ടുപേരെ വരച്ചെന്നേ ഉള്ളൂ. അല്ലാതെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇവർ രണ്ടുപേരുടെ ആവശ്യമൊന്നുമില്ല. സൗകര്യത്തിന് വേണ്ടി എക്സും വൈയും വരച്ചെന്നേ ഉള്ളൂ. സൗകര്യം അത്രേ ഉള്ളൂ. ആർ ഈക്വൽ ടു 1. അതായത് പോളിൽ നിന്ന് 1 ഡിസ്റ്റൻസ് ആയിരിക്കണം. അതിപ്പോ എങ്ങനെ നോക്കിയാലും, എവിടെ നോക്കിയാലും പോളിൽ നിന്ന് 1 ഡിസ്റ്റൻസ്. വീണ്ടും പോളിൽ നിന്ന് 1 ഡിസ്റ്റൻസ്. വീണ്ടും പോളിൽ നിന്ന് 1 ഡിസ്റ്റൻസ്. പോളിൽ നിന്ന് 1 ഡിസ്റ്റൻസ്. പോളിൽ നിന്ന് 1 ഡിസ്റ്റൻസ്. എഗെയിൻ പോളിൽ നിന്ന് 1 ഡിസ്റ്റൻസ്. പോളിൽ നിന്ന് 1 ഡിസ്റ്റൻസ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സർക്കിൾ ആയിരിക്കും. ആർ ഈക്വൽ ടു 1, അതായത് റേഡിയസ് 1 ആയ സർക്കിൾ. ആർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതായിരിക്കും. റേഡിയസ് 1 ആയ സർക്കിൾ. തീറ്റയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. തീറ്റ എന്തുവാ? തീറ്റയ്ക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. തീറ്റ ഏത് ആംഗിൾ വേണോ ആകാം. 0 ആംഗിൾ ആകാം, π/4 ആകാം, 90 ആകാം, 90 + 45 135 ആകാം, 180 ആകാം. സോ ഓൺ, ഇങ്ങനെ കറങ്ങിയിരിക്കാം. പക്ഷെ എങ്ങനെ കറങ്ങിയാലും കിട്ടുന്നത് സർക്കിളായി. ആർ ഈക്വൽ ടു 1 റെപ്രസെന്റ് ചെയ്യുന്നത് സർക്കിൾ ഓഫ് റേഡിയസ് 1 ആണ്. ആർ ഈക്വൽ ടു 10 ആണെങ്കിൽ സർക്കിൾ ഓഫ് റേഡിയസ് 10. ആർ ഈക്വൽ ടു 50 ആണെങ്കിൽ സർക്കിൾ ഓഫ് റേഡിയസ് 50 ആൻഡ് സോ ഓൺ. പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 1 ആക്കി മെയിൻറ്റെയിൻ ചെയ്യും. കഴിഞ്ഞു. നേരത്തെ എക്സ് ഈക്വൽ ടു 3 വൈ ഈക്വൽ ടു 1 ഒക്കെ സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ എനിക്ക് കിട്ടുന്നത് എന്താണ്? സർക്കിളാണ്. ഡൺ. ഇനി തീറ്റ ഈക്വൽ ടു π/4. വീണ്ടും രണ്ടാമത്തെ വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിരിക്കുകയാണ്. ശരി, അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. വീണ്ടും ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നു, സൗകര്യത്തിന് വേണ്ടി. അത്ര π/3 π/4 45 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യാം. ആർ എന്ത് വേണോ ആകാം. R1 ആകാം, R2 ആകാം, R3 ആകാം, R4 ആകാം. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതായത് പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ത് വേണോ ആകാം, ആയിക്കോട്ടെ. മാത്രമല്ല നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോയാൽ R ഈക്വൽ ടു -1, R ഈക്വൽ ടു -2, R ഈക്വൽ ടു -3, R ഈക്വൽ ടു -4 ആൻഡ് സോ ഓൺ. അതായത് നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് പോളാർ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ π/4. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷേ എന്താണ്?
മറ്റേതുപോലെ എക്സ് ആക്സിസിനോ വൈ ആക്സിസിനോ പാരലൊന്നും അല്ല. ഇത്രേ ഉള്ളൂ. ഇതാണ് കാര്യം. നമുക്ക് കിട്ടുന്നത് ഈ ഒരു സംഗതിയാണ്. നോക്കണം, r = 1. നമ്മളെ പോളാർ ഇക്വേഷൻ റെക്ടാങ്കുലറില് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ, സർക്കിൾ ഓഫ് റേഡിയസ് 1ന്റെ ഇക്വേഷൻ നിങ്ങൾ ആലോചിക്കണം. x² + y² = 1 ആണ് ഇതിന്റെ ഇക്വേഷൻ. അയാളെ പോളാർ ഇക്വേഷനിൽ എന്ത് സിമ്പിൾ ആയി ഡിനോട്ട് ചെയ്യുന്നത് നോക്കണം. r = 1. സ്ട്രെയിറ്റ് ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ π/4 എന്ന് പറഞ്ഞ ഇക്വേഷൻ y = x ആണ്. അതിന്റെ ഇവിടത്തെ ഇക്വേഷൻ നോക്കുക, θ = π/4. സകല കാര്യങ്ങളും മാറും, ഇക്വേഷൻ അടക്കം മാറും. നമ്മൾ ആക്സിസ് മാറ്റുമ്പോൾ ഇക്വേഷൻ അടക്കം മാറും. അതാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞു. r = 1 θ = π/4. മനസ്സിലായോ ഗ്രാഫ് സ്കെച്ച് ചെയ്തത്? മനസ്സിലായി സർ. ഓക്കെ, ഡൺ. ശരി, അപ്പൊ ഇനി അടുത്ത ഗ്രാഫാണ് ഞാൻ സ്കെച്ച് ചെയ്യാൻ പോകുന്നത്. r = θ. നമ്മൾ ഈ x = y എന്നൊക്കെ പറയുന്ന പോലെ r = θ. അതാണ് വരയ്ക്കാൻ പോകുന്നത്. ശരി, അപ്പൊ നമുക്ക് ഫിഗർ നോക്കാം. നല്ല രസമുള്ള ഒരു ഫിഗറാണ്, കാണാൻ നല്ല രസമുള്ള ഒരു ഫിഗറാണ്. ഓക്കെ, r = θ. r-ഉം θ സെയിം ആയിരിക്കും. r-ഉം θയും 0 ആണെങ്കിൽ, r-ഉം θയും 0 0 0 0. ഇനി r-ഉം θയും π/4 ആണെങ്കിൽ, π/4 അല്ല, സോറി, π/4 അല്ല, π/2. r-ഉം θയും π/2 ആണെങ്കിൽ, ഈ π/2 എന്ന് വെച്ചാൽ 3.14ന്റെ പകുതിയാണ് കേട്ടോ. 3.14 എന്നൊക്കെ പറയുമ്പോ എത്ര 1.57 കിട്ടും. 1.57 r-ന്റെ വാല്യൂ 1.57. തീറ്റയും ഇത് തന്നെ, തീറ്റയും π/2 തന്നെ. π/2 തീറ്റ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഇവിടെ വരണം. അവിടെ 1.57 ഡിസ്റ്റൻസ് ഇവിടെ വരും. ഡൺ. നമുക്ക് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോവാം. ഡൺ. ഇനി r = π. π എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. 3.14 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. പക്ഷെ π/2ന്റെ ഇരട്ടിയാണ്. ഇവിടെ ഉണ്ടായ ലെങ്തിന്റെ ഇരട്ടി വേണം, അതായത് ഇവിടെ വരുമായിരിക്കും. അപ്പൊ ഇങ്ങനെ കറങ്ങി, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇത് ചെയ്യുന്നില്ല, വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇരട്ടിയാണ്. ഇത് π/2 π/2, ഇത് π/2 π/2, ഇത് π,π. ഇനി അടുത്ത 3π/2 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 എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ ഒരു π/2 കൂടെ കൂടും, കുറച്ചുകൂടെ ലെങ്ത് കൂടും. 3π/2 ആംഗിൾ വരുന്നത് ഇവിടെ, 3π/2 ലെങ്ത് ഇവിടെ, പിന്നെ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട്. ഇനി അടുത്ത 2π എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ലെങ്ത് വരും. 2π എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയുടെ അവിടെ തന്നെ തിരിച്ചു വരും. ഇനി അടുത്ത എന്താണ് 2π + π/2 2π + π/2 5π/2 5π/2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഇനി അടുത്ത വീണ്ടും π/2 കൂട്ടുന്നു, അപ്പൊ അത് ഇവിടെ വരും. ഇങ്ങനെ 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 തുടർന്നുകൊണ്ടിരിക്കും. ഇതായിരിക്കും നിങ്ങളുടെ ഫിഗർ. r = θയുടെ ഫിഗർ ഇതാണ്. സ്കെച്ച് ഫിഗർ ഇതിങ്ങനെ. നമുക്ക് ജസ്റ്റ് അതിന്റെ ടെക്സ്റ്റിലുള്ള ഫിഗർ നോക്കാം, അപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ടെക്സ്റ്റിലുള്ള ഫിഗർ നോക്കുക. ഇതാണ് അതിന്റെ ഫിഗർ. കുറച്ചുകൂടെ വൃത്തിയായിട്ട് വരച്ചിട്ടുണ്ട്. 0 0 π/2 π/2 π 3π/2 3π 2π 2π 5π/2 5π/2 3π 3π അങ്ങനെ 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 കറങ്ങി വെളിയിൽ പൊക്കോണ്ടിരിക്കും.
നിങ്ങൾ ആലോചിക്കണം, തീറ്റ ആംഗിൾ നിർണ്ണയിക്കുന്നുണ്ട്. ആംഗിൾ നിർണ്ണയിക്കുമ്പോൾ അത് തന്നെയാണ് 6. അപ്പൊ അത് ഒറിജിനുമായിട്ടുള്ള അകലം കൂടി ഒറിജിൻ അതായത് പോളുമായിട്ടുള്ള അകലം കൂടി അങ്ങനെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫിഗർ ആയിരിക്കും. ഡൺ. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ശരി, ഡൺ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഫിഗർ നോക്കാം. അടുത്ത ഇത് r=θ. മറ്റേ നമ്മുടെ റെക്ടാങ്കുലർ കോർഡിനേറ്റ് വരികയാണെങ്കിൽ രണ്ട് വേരിയബിൾ ഈക്വൽ ആകുന്ന x=y ആണ്. x=yയുടെ ഫിഗർ നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. അത് സ്ട്രൈറ്റ് ലൈൻ ആണ്, 45 ഡിഗ്രി ഉണ്ടാക്കുന്ന സ്ട്രൈറ്റ് ലൈൻ. ഇനി അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് r=sin θ. r=sin θ. അപ്പൊ നിങ്ങൾക്ക് സൈൻ തീറ്റയുടെ അല്ലെങ്കിൽ സൈൻ എക്സ് y=sin x ഫിഗർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഞാൻ പണ്ട് y=sin x റെക്ടാങ്കുലർ കോർഡിനേറ്റ് ആണെങ്കിൽ ആ ഒരു ഇക്വേഷന്റെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സൈനസോയിഡൽ വേവ് എന്നൊക്കെ നമുക്ക് പറയാം. ഇങ്ങനെയാണ് അതിന്റെ ഫിഗർ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ജിയോജിബ്രയിൽ വേണമെങ്കിൽ അത് ഇട്ട് നോക്കാം. പക്ഷേ ഇത് പോളാർ കോർഡിനേറ്റ് ആണ്. പോളാർ കോർഡിനേറ്റ് ആകുമ്പോൾ എല്ലാം അങ്ങ് മാറും. ശരി, അപ്പൊ ഞാൻ അത് കണ്ടുപിടിക്കാൻ വേണ്ട കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഞാനിവിടെ വാല്യൂ കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും വാല്യൂ കൊടുക്കുകയാണ്. θ=0. θ=0 ആണെങ്കിൽ r=sin 0 ആണ്. sin 0 0 ആണ്. r=0 sin 0 0. ഇനി അടുത്ത് θ=π/2 കൊടുക്കുകയാണ്. θ=π/2. θ=π/2 കൊടുക്കുമ്പോൾ r=sin π/2 1. sin π/2 1. ഇനി അടുത്ത് θ=π കൊടുക്കുകയാണ്. θ=π. θ=π കൊടുക്കുമ്പോൾ sin π 0 ആണ്. sin π 0 ആണ്. കഴിഞ്ഞു. ഇനി അടുത്ത് θ=3π/2. 3π/2 ആണെങ്കിൽ r=sin 3π/2 -1 ആണ്. sin 3π/2 -1 ആണ്. ഇനി θ=2π. sin 2π 0 ആണ്. മതി, ഇത്രയും പോയിന്റ് മതി. നമ്മൾ പടം വരയ്ക്കാൻ പോകും. എന്റെ കൺവീനിയൻസിന് വേണ്ടി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ആയിരിക്കും ആദ്യം ഞാൻ വരയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ പോളാർ കോർഡിനേറ്റിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഇല്ല, അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ കമ്പാരിസണ് വേണ്ടി ഞാൻ വരയ്ക്കുന്നതേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ഫിഗർ വരയ്ക്കുന്ന അങ്ങനെ ആയിരിക്കുമല്ലോ. ആദ്യത്തെ നോക്കുക 0 0. 0 0 എന്ന് പറഞ്ഞാൽ ഒത്ത നടുക്ക് ഒറിജിൻ അഥവാ പോൾ. എന്നിട്ട് π/2, 1. π/2, 1. അതായത് ആംഗിൾ π/2 ആകുമ്പോൾ π/2 എന്ന് പറയുമ്പോൾ ഇവിടെ വരണം. r1 ആയിരിക്കും. π/2 വരുമ്പോൾ r1 ആയിരിക്കും. ഇത് 0 0. ഇതെന്ന് പറയുന്നത് π/2 അല്ല, 1, π/2. r, θ എന്നാണല്ലോ. 1, π/2. 1, π/2. അടുത്ത π, 0. ഈ π എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി. π എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ഇവിടെ വരും. 90 അല്ല, 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. r=0. ലെങ്ത് 0 തന്നെ. അപ്പൊ ഇവിടെ തിരിച്ചിവിടെ വരും. അപ്പൊ ഈ പോയിന്റ് തന്നെയാണ് 0, π. ഈ പോയിന്റ് തന്നെയാണ് 0, π. കഴിഞ്ഞു. ഇനി അടുത്ത് 3π/2, 1. 3π/2, -1. 3π/2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ ഇതാണ് ഡയറക്ഷൻ. 3π/2. പക്ഷേ r -1 ആണ്. അതുകൊണ്ട് ഈ ഡയറക്ഷനിലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കും. ആംഗിൾ 3π/2 ആണ്. ഒറിജിനൽ നിന്ന് 3π/2 ആംഗിൾ എടുത്തു. പക്ഷെ ഡയറക്ഷൻ -1 ആണ്. r -1 ആണ്. അതുകൊണ്ട് ഡയറക്ഷൻ നെഗറ്റീവിലേക്ക് പോകണം. അതായത് ഈ പോയിന്റ് തന്നെ -1, 3π/2. -1, 3π/2. ഇനി അടുത്ത 2π എന്ന് പറയുമ്പോൾ ആംഗിൾ ഇവിടെയാണ്. എന്നിട്ട് എന്താണ് 0 ഇവിടെ. അതായത് നിങ്ങളുടെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ പോകണം.
നമ്മൾ കർവ് സ്ട്രൈറ്റ് ഒന്നും വരയ്ക്കാറില്ല, വളച്ചേ വരയ്ക്കാറുള്ളൂ, അതുകൊണ്ടാണ് വരച്ചത്. ഇതായിരിക്കും നിങ്ങളുടെ ഫിഗർ. അതായത് ഒരു സർക്കിളാണ്. സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇത് 1 ഡിസ്റ്റൻസ് ആണല്ലോ. 1ന്റെ പകുതി എന്ന് പറയുമ്പോൾ 1 ഡിസ്റ്റൻസിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1/2. അപ്പൊ ഇതിന്റെ റെക്ടാങ്കുലർ കോർഡിനേറ്റ് നോക്കുമ്പോൾ 0,1/2 0,1/2 സെന്റർ ആയിട്ടുള്ള ഹാഫ് റേഡിയസ് ഉള്ള സർക്കിൾ, അല്ലെങ്കിൽ 1 ഡയമീറ്റർ ഉള്ള സർക്കിൾ. അത് എക്സാക്സിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അതിലെ ഒരു പോയിന്റ് ഒറിജിനുമാണ്. ഇതായിരിക്കും r സൈൻ തീറ്റയുടെ ഫിഗർ. r സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ആളുടെ ഫിഗർ ഇതാണ്. നിങ്ങൾ രണ്ട് ഇക്വേഷന്റെയും ഫിഗർ തമ്മിലുള്ള അന്തരം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഫിഗർ തമ്മിലുള്ള അന്തരം y sin x ആണെങ്കിൽ അതിന്റെ ഫിഗർ ഇങ്ങനെ ഇരിക്കും. y sin x ആണെങ്കിൽ അതിന്റെ ഫിഗർ ഇങ്ങനെ ഇരിക്കും. ഇവിടെ നോക്കണം, ഇവിടെ എന്താണ് സംഭവിച്ചത്. ഡൺ. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. മനസ്സിലായോ? മനസ്സിലായി സർ. ശരി. ഇനി നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള മറ്റൊരു ഫിഗർ നോക്കാം. r is equal to cos 2 theta. സംഭവം റെക്ടാങ്കുലർ കോർഡിനേറ്റ് നോക്കുകയാണെങ്കിൽ കോസിന്റെ ഫിഗർ എന്ന് പറയുന്നത് ഏകദേശം സൈനിന്റെ ഫിഗറിന് ഇക്വലന്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിയോജിബ്ര ഉപയോഗിച്ച് നോക്കാം. നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവിടെ ഞാൻ അല്ലാതെ ഇയാളുടെ ഫിഗർ വരയ്ക്കാൻ നോക്കുകയാണ്. ഓബിയസ്ലി ഫിഗർ വരയ്ക്കാനായി എനിക്ക് കുറച്ച് വാല്യൂവിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ വാല്യൂ കൊടുക്കുന്നു. തീറ്റ ഈക്വൽ ടു 0. തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ cos 2 into 0 cos 0. cos 0 1 ആണ്. അതുകൊണ്ട് r ഈക്വൽ ടു 1. ഇനി തീറ്റ ഈക്വൽ ടു പൈ ബൈ 4. 45 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 ആണെങ്കിൽ r is equal to cos 2 into പൈ ബൈ 4. cos പൈ ബൈ 2 0 ആണ്. ഇനി തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 കൊടുത്തു നോക്കാം. പൈ ബൈ 2 r is equal to cos 2 into പൈ ബൈ 2. അതായത് cos പൈ -1 ആണ്. അടുത്ത തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 പ്ലസ് പൈ ബൈ 4 3 പൈ ബൈ 4. 3 പൈ ബൈ 4 പൈ ബൈ 2 പ്ലസ് പൈ ബൈ 4 ആണ്. പൈ ബൈ 2 പ്ലസ് പൈ ബൈ 4 ആണ്. r is equal to cos 2 into 3 പൈ ബൈ 4. ഇതും വെട്ടിപ്പോയിട്ട് 3 പൈ ബൈ 2 ആവും. cos 3 പൈ ബൈ 2 0 ആണ്. അടുത്ത തീറ്റ ഈസ് ഈക്വൽ ടു 3 പൈ ബൈ പൈ. അതായത് 0 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി, 90 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി, 135 ഡിഗ്രി, 135 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി, 180 ഡിഗ്രി. r is equal to cos 2 into പൈ. cos 2 into പൈ 1 ആണ്. ഇനി അടുത്ത തീറ്റ ഈസ് ഈക്വൽ ടു പൈ പ്ലസ് പൈ ബൈ 4. 5 പൈ ബൈ 4. 45 ഡിഗ്രി കൂട്ടി വരികയാണ്. cos 2 into പൈ ബൈ 4. അപ്പൊ cos 5 പൈ ബൈ 2 ആവും. 2 4 വെട്ടിപ്പോവും. അത് 0. cos 5 by 2, cos 3 പൈ ബൈ 2, cos 5 പൈ ബൈ 2 എല്ലാം 0 ആണ്. ഇനി അടുത്ത തീറ്റ ഈസ് ഈക്വൽ ടു പിന്നെ 45 ഡിഗ്രി കൂട്ടണം. 3 പൈ ബൈ 2. 45 ഡിഗ്രി കൂട്ടണം 3 പൈ ബൈ 2. ഇത് 180 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി 225 ഡിഗ്രി. 225 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി 270 ഡിഗ്രി. r is equal to cos into 2 into 3 പൈ ബൈ 2. 2 വെട്ടിപ്പോവും. cos 3 പൈ
കോസ് 3π മൈനസ് 1 ആണ്. കോസ് 3π മൈനസ് 1 ആണ്. നോക്കുക, കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. കോസ് 2π എന്ന് പറയുന്ന 1 ആണ്. കോസ് 3π എന്ന് പറയുന്നത് വീണ്ടും -1 ആണ്. ഇനി അടുത്ത് വീണ്ടും 45 ഡിഗ്രി കൂട്ടുമ്പോൾ തീറ്റ ഈക്വൽ ടു 3π/2 പ്ലസ് π/4. അതായത് 3π/2 പ്ലസ് π/4 6π പ്ലസ് 7π/4. 7π/4. അപ്പോ R is equal to cos 2 into 7π/4. 2 4 വെട്ടിപ്പോവും. 7π/2. 7π/2 എന്ന് പറയുമ്പോൾ 0. ഏറ്റവും അവസാനം തീറ്റ ഈക്വൽ ടു 2π. തീറ്റ is equal to 2π. R is equal to cos 2 into 2π 4π. അത് 1 ആണ്. അപ്പൊ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ പോയിന്റ് കൊടുത്തു. പഴയ പോലെയല്ല, ആവശ്യത്തിൽ കൂടുതൽ പോയിന്റ് കൊടുത്തു. നമ്മൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ഞാൻ ഇത്രയും ചെയ്തിട്ടില്ല. ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ പോയിന്റ് എടുത്തു. ഇത്രയും പോയിന്റ് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എടുത്തില്ല. 4 പോയിന്റ് എടുത്തുള്ളൂ. അതിന് കാരണമുണ്ട്, സൂക്ഷിക്കണം. ശരി, അപ്പോ നമ്മൾ ഫിഗറിലേക്ക് പോവാം. എക്സ് ആക്സസ് വൈ ആക്സസ് ഞാൻ വരയ്ക്കുന്നു. ശരി, ആദ്യം നോക്കുക 1,0. 1,0 ആംഗിൾ 0 ആണ്, പക്ഷെ ലെങ്ത് 1 ആണ്. R 1 ആണ്. 1,0. അപ്പൊ ഞാന് 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ കിടക്കും. ലെങ്ത് 1 ആണ്. അപ്പൊ അതാ ഇവിടം വരെ വരും. ഇതാണ് പോയിന്റ് മാർക്ക് ചെയ്തേ. അടുത്തത് R0 ആംഗിൾ π/4. അതായത് π/4 എന്ന് പറയുമ്പോ 45 ഡിഗ്രി, ഇതിന്റെ ഒത്ത നടുക്ക് 45 ഡിഗ്രി. 45 ഡിഗ്രി ആവുമ്പോ ലെങ്ത് 0 ഇവിടെ വരണം. 45 ഡിഗ്രി ആവുമ്പോ ലെങ്ത് 0. അതായത് ഇവിടെ നിന്ന് തുടങ്ങി കറങ്ങി തിരിച്ചിവിടെ വരണം. 45 ഡിഗ്രി ആവുമ്പോ ലെങ്ത് 0. ഇനി അടുത്ത് 90 ഡിഗ്രി. 90 ഡിഗ്രി ആകുമ്പോൾ -1. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതാണ് 90 ഡിഗ്രി. പക്ഷെ R നോക്കണം -1 ആണ്. R നോക്കണം -1. -1 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. ഇത് 90 ഡിഗ്രി തന്നെ സമ്മതിച്ചു. പക്ഷെ R വാല്യൂ എന്താണ്? -1. അതുകൊണ്ട് അങ്ങോട്ട് പോകരുത്, തിരിച്ചിങ്ങോട്ട് പോകണം. ഇതാണ് നിങ്ങളുടെ പോയിന്റ്. അതായത് ഇവിടെ നിന്നിട്ട് ഇനി നിങ്ങൾ പോകാനുള്ളത് ഇങ്ങോട്ടാണ്. അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ എന്താ ഇങ്ങോട്ട് പോകും. ഇനി അടുത്ത് നോക്കുക. R0 ആണ്. ആംഗിൾ 3π/4 ആണ്. 3π/4 എന്ന് പറയുമ്പോ 90 പ്ലസ് 45 ഡിഗ്രി. 90 പ്ലസ് 45 ഡിഗ്രി 135 ഡിഗ്രി. 135 ഡിഗ്രി. ഇതാണ് 135. 135 ഡിഗ്രി ആകുമ്പോൾ ആംഗിൾ 0. 135 ഡിഗ്രി ആകുമ്പോൾ R വാല്യൂ 0. 135 ഡിഗ്രി ആകുമ്പോൾ R വാല്യൂ 0. അപ്പൊ ഇവിടെ നിന്ന് പോകേണ്ടത് ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടേക്ക്. ഇനി അടുത്ത് നോക്കാം. R വാല്യൂ 1 ആംഗിൾ π 180 ഡിഗ്രി ആവുമ്പോ ലെങ്ത് 1. ഇവിടെ 180 ഡിഗ്രി ആകുമ്പോൾ ലെങ്ത് 1. അതായത് ഇനി ഇവിടെ നിന്നാ നമ്മൾ പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകും. നെക്സ്റ്റ് R വാല്യൂ 0 5π/2 5π/4 5π/4 എന്ന് പറയുമ്പോ 180 പ്ലസ് 45 225 ഡിഗ്രി ഇവിടെ വരും. ഇവിടെ എത്തുമ്പോ ആറിന്റെ വാല്യൂ 0 ആണ്. അതായത് ഇവിടെ നിന്ന് ഇനി എനിക്ക് പോകാനുള്ളത് ഇങ്ങോട്ടേക്കാണ്. നെക്സ്റ്റ് നോക്കുമ്പോ -1,3π/2 3π/2 270 ഡിഗ്രി. ഇവിടെ 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത്
അവിടെ വരുമ്പോ ആർ വാല്യൂ എന്താണ്? -1. ആർ വാല്യൂ -1, അതായത് ഇയാളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. ഇയാളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ നേരത്തെ 1,π നിന്ന് 0,5π/2 വന്നു. അടുത്ത -1,3π/2 അത് ഇവിടെയാണ്, മുകളിലാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകണം. ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോകണം. അടുത്ത പോയിന്റ് നോക്കുക, 0,7π/4. 0,7π/4 അതായത് 315 ഡിഗ്രി. 315 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അവിടെ എത്തുമ്പോൾ ആർ വാല്യൂ എന്താണ്? 0. അതായത് ഇവിടെ നിന്ന് ഇനി നേരെ ആർ വാല്യൂ 0. ആർ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ പോളിലേക്ക് തന്നെ പോകണം. പോളിലേക്ക് ആർ വാല്യൂ 0 പോളിലേക്ക്. ആൻഡ് ഫൈനലി 1,2π. 1,2π 2π എന്ന് പറഞ്ഞാൽ ഇതാണ്. 2π എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് തന്നെ. അവിടെ എത്തുമ്പോൾ 1 ഡിസ്റ്റൻസ് വരണം. അതായത് ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞു. ഇതാണ് cos 2θ ഫിഗർ. നിങ്ങൾ ഇതുവരെ റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ ഇങ്ങനെ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടാവില്ല. റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് r = cos 2θ ഫിഗർ. ഇതിവിടെ ഇതൊരു പൂ പോലെയാണ്, മീൻസ് ഫ്ലവർ ഗ്രാഫ് എന്നൊക്കെ തന്നെയാണ് ഇയാളെ പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഈ പെറ്റലിനൊക്കെ ഞാൻ എന്താണ്, പെറ്റലിന്റെ ഒക്കെ ലെങ്ത് 1 ആണ്. ഇവിടെ 1 ഡിസ്റ്റൻസ് ആണ് എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. ഇവിടെയൊക്കെ 1 ഡിസ്റ്റൻസ് ആണ് വന്നുകൊണ്ടിരുന്നത്. 1 ആണ്, ഒരേ വണ്ണമായിരിക്കും, ഒരേ വീതിയായിരിക്കും. ഞാൻ വരച്ചതിന്റെ ഒരു കുഴപ്പമാണ്. വരച്ചതപ്പോൾ നന്നായിട്ടില്ല, അതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത്. ഒറിജിനൽ ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കുന്നു. ഓരോ പ്രൊസീജിയർ അടക്കം അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വരച്ച പ്രൊസീജിയറാണ്. 0 മുതൽ 6, ആദ്യം 0 മുതൽ π/4 കൊടുക്കുമ്പം ഇവിടെ നിന്ന് ആൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. എല്ലാം വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അവർ ഫിഗർ വരുന്നു. തീർന്നു. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇപ്പൊ കണ്ട ഫിഗർ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ ഫിഗർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഫിഗറാണ്. ചോദിക്കാൻ സാധ്യത കൂടുതലായ ഒരു ഫിഗറാണ് നിങ്ങളിപ്പോ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ നമ്മൾ കാര്യമായി നോക്കി വെച്ചേക്കണം. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മീൻസ് പോളാർ കോർഡിനേറ്റിലെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഗ്രാഫുകളെയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ കാണാം. r = a എന്ന് പറഞ്ഞാൽ സർക്കിൾ ഓഫ് റേഡിയസ് a ആൻഡ് സെന്റർ 0, 0. ഇത് തന്നെയാണ്. ഇതായിരിക്കും r = a എന്ന ഇക്വേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. x = a എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സർക്കിളാണ്. സെന്റർ ഒറിജിനിലായിരിക്കും. റേഡിയസ് a ആയിരിക്കും. കഴിഞ്ഞു. ഇനി അടുത്ത് r = 2a sin θ. ഇതിൽ നിങ്ങൾ r = sin θ കണ്ടിരുന്നു. നിങ്ങൾ കണ്ടിരുന്നു. അതൊരു സർക്കിൾ ആണെന്ന് കിട്ടി. എക്സ് ആക്സിന് മുകളിൽ ഇരിക്കുന്ന ഒരു സർക്കിൾ. ഇതും സർക്കിൾ തന്നെയാണ് കേട്ടോ. എക്സ് ആക്സിന് മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഡയമീറ്റർ 2a ആയിരിക്കും. ഡയമീറ്റർ 2a ആയിരിക്കും. അതായത് റേഡിയസ് എന്ന് പറയുന്നത് ഓബ്വിയസ്ലി ഡയമീറ്ററിന്റെ പകുതിയാണ് a ആയിരിക്കും. എക്സ് ആക്സിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും.
പോസിറ്റീവ് y ആക്സിസിന്റെ ഡയറക്ഷൻ. ഇതായിരിക്കും r = 2a sin തീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത r = 2a cos തീറ്റ ഉണ്ട്. r = 2a cos തീറ്റ. അതും ഇയാള് തന്നെയാണ്, സർക്കിൾ തന്നെയാണ്. പക്ഷെ അത് ഇരിക്കുന്നത് y ആക്സിസിലാണ്, അതേസമയം x ആക്സിസിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇങ്ങനെ അതിന്റെ ഡയമീറ്റർ 2a ആയിരിക്കും, അപ്പൊ റേഡിയസ് a ആയിരിക്കും. ഡയമീറ്റർ 2a ആയിരിക്കും, റേഡിയസ് a ആയിരിക്കും. കഴിഞ്ഞു. And these are called a family of circles. These are called a family of circles. നിങ്ങൾ ഈ കാണുന്നത് സർക്കിളുകളുടെ ഫാമിലിയാണ്. r = a സർക്കിൾ ആണ്. അതിന്റെ പ്രത്യേകത നോക്കുക, സെന്റർ ഒറിജിനിലായിരിക്കും, റേഡിയസ് a ആയിരിക്കും. അടുത്ത r = 2a sin തീറ്റ ആണ്. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്താണ്, ഒറിജിനിലൊന്നും അല്ല, ഒറിജിനിലൂടെ അത് പാസ് ചെയ്യും. അതിന്റെ ഡയമീറ്റർ 2a ആണ്. x ആക്സിസിന്റെ മുകളിൽ y ആക്സിസ് കൊണ്ട് ബൈസെക്ട് ചെയ്യുന്ന രീതിയിൽ ഇരിക്കും. അതേപോലെ തന്നെ 2a cos തീറ്റ y ആക്സിസിന്റെ സൈഡിലേക്ക് പോസിറ്റീവ് x ആക്സിസ് ബൈസെക്ട് ചെയ്യുന്ന രീതിയിൽ ഇരിക്കും. ഡയമീറ്റർ 2a, റേഡിയസ് a. കഴിഞ്ഞു. ഓക്കെ, ഫിഗർ മനസ്സിലായല്ലോ? മനസ്സിലായി സർ. ഓക്കെ, ശരി.